മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ചോദ്യമഴ തുടരുകയാണ്. ഇതിനിടയിൽ ഏതു നിമിഷവും EP ജയരാജന്റെ ആത്മകഥ ഉടൻ തന്നെ കണ്ണൂരിൽ നിന്നും പുറത്തിറങ്ങുമെന്ന് ഏവരും ഉറ്റുനോക്കുമ്പോൾ P ജയരാജന്റെ ആത്മകഥ വരാൻ പോകുന്നു ഒക്ടോബറിൽ. അതും ഗുരുതരമായ പല തുറന്നു പറച്ചിലുകളുമായി P ജയരാജന്റെ ആത്മകഥ വരാൻ പോകുന്നു എന്ന ചർച്ചകളാണ് സജീവമായിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് പരോക്ഷമായി ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രത്യക്ഷമായി മറ്റു പലർക്കും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് P ജയരാജന്റെ തുറന്ന പറച്ചിലുകളും ആത്മകഥയും ഒക്കെ വരുന്നത്. കേരളത്തിൽ IS റിക്രൂട്ട്മെന്റ് വ്യാപകമാണെന്നും കണ്ണൂരിൽ നിന്നുള്ള ചെറുപ്പക്കാർ കൂടുതലായും പോകുന്നുവെന്നും EP ജയരാജൻ തുറന്നു പറഞ്ഞതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കണ്ണൂരിലെ സഖാക്കന്മാരും ഒക്കെ വെട്ടിലായിരിക്കുകയാണ്. P ജയരാജൻ പലതും വെട്ടിത്തുറന്നു പറയുകയാണ്. ചില റിക്രൂട്ട്മെന്റുകൾ കേരളത്തിൽ വ്യാപകമെന്ന്, കണ്ണൂരിൽ നിന്നുള്ള ചെറുപ്പക്കാരാണ് കൂടുതലായും പോകുന്നതെന്ന് തുറന്നു പറഞ്ഞ P ജയരാജൻ, ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മതരാഷ്ട്രവാദികൾ, ചെറുപ്പക്കാർ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നുവെന്നും P ജയരാജൻ. ചില റിക്രൂട്ട്മെന്റുകളെക്കുറിച്ച് താനെന്ന് പറഞ്ഞപ്പോൾ തന്നെ വിമർശിച്ചുവെന്നും ഇപ്പോൾ P ജയരാജൻ തുറന്നു പറഞ്ഞതിലൂടെ ചിലതൊക്കെ പുറത്തുവരികയാണെന്നും PC ജോർജ്. പ്രസംഗത്തിലും സഭ്യത വേണം, CPM ബ്രാഞ്ച് യോഗങ്ങളിൽ വിമർശനം. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും CPMനും ആഭ്യന്തര വകുപ്പിനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വീണ്ടും നാലുപാടു നിന്നും പ്രസ്താവനകളും വിമർശനങ്ങളും ചർച്ചകളും പൊടിപൊടിക്കുകയാണ്. ഇതിനിടയിൽ PV അൻവർ കടലാസ് പൂലിയെന്നും കടിക്കില്ലെന്നും തട്ടിപ്പുകാരനെന്നും വിമർശിച്ച് കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഷിയാസ്, RSSന്റെയും മുസ്ലിം തീവ്രവാദികളുടെയും വോട്ട് വേണ്ട, താൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെന്ന് PV അൻവർ. ഇതിനിടയിൽ വയനാട് ദുരന്ത നിവാരണത്തിനായി ചെലവഴിച്ച തുകയെന്ന പേരിൽ പുറത്തുവരുന്ന കണക്കുകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായതോടെ ആ വഴിക്കും സംസ്ഥാന സർക്കാരിന് നേരെയും വിമർശനങ്ങൾ. ഇതിനിടയിൽ ചുരമൊന്നു കയറാം, ഒരു ചായ കുടിക്കാം, വയനാടിനെ തിരിച്ചു പിടിക്കാമെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ രംഗത്തിറങ്ങിയ മുഹമ്മദ് റിയാസിനും സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളുമായി പൊതുജനങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളത്തിൽ റിക്രൂട്ട്മെന്റ് വ്യാപകമെന്ന CPM ഒടുവിൽ സമ്മതിക്കുകയാണോ? CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജനാണ് കേരളത്തിൽ നിന്നും ചില സംഘടനകളിലേക്കുള്ള ഒഴുക്ക് വ്യാപകമാണെന്ന് പൊതുമധ്യേ അംഗീകരിച്ചിരിക്കുന്നത്. ചെറുപ്പക്കാർ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നുവെന്നും കണ്ണൂരിൽ നിന്നുള്ള ചെറുപ്പക്കാരാണ് കൂടുതലായി ഭീകര സംഘടനയിലേക്ക് പോകുന്നതെന്നും ഒരു പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ജയരാജൻ പറഞ്ഞത് ചർച്ചയായിരിക്കുകയാണ്. ജയരാജൻ എഴുതുന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട അവതാരകന്റെ ചോദ്യത്തിനാണ് സംസ്ഥാനത്ത് ചിലതൊക്കെ വേരൂന്നിയ കാര്യം ജയരാജൻ തുറന്നു പറഞ്ഞത്. ലോകത്താകെ തീവ്രവാദം വർദ്ധിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള യുവാക്കളും അതിലേക്ക് പോകുന്നു. ഇതിനെ ഗൗരവമായി തന്നെ കാണണം. കണക്കുകളടക്കം നിരത്തിയാണ് ജയരാജന്റെ തുറന്നു പറച്ചിൽ. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മതരാഷ്ട്രീയവാദികളാണെന്നും അഭിമുഖത്തിൽ മുൻ ജില്ലാ സെക്രട്ടറി പറഞ്ഞു. കശ്മീരിൽ കൊല്ലപ്പെട്ട കണ്ണൂരിലുള്ള 4 ചെറുപ്പക്കാരെക്കുറിച്ചും ജയരാജൻ സംസാരിക്കുന്നുണ്ട്. ജയരാജന്റെ പുസ്തകങ്ങളിൽ കണ്ണൂരിലെ യുവാക്കളിൽ ഭീകര സംഘടനകൾ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടെന്നാണ് വിവരം. ഒക്ടോബറോടെ പുസ്തകം പുറത്തിറങ്ങും. പുസ്തകത്തിൽ വലിയ വിമർശനം ഉണ്ടാകുമെന്നും അതിനെയൊന്നും താൻ ഭയപ്പെടുന്നില്ലെന്നും CPM നേതാവ് പറയുന്നു. ജനാധിപത്യ രീതിയിൽ വിമർശനം ഉണ്ടാകണം, പക്ഷെ നിലവിലെ സ്ഥിതിക്ക് മാറ്റം വേണമെന്നും ജയരാജൻ വ്യക്തമാക്കുകയാണ്. 2015 ഒരു പ്രമുഖ മാധ്യമം കേരളത്തിൽ ഇത്തരത്തിലുള്ള ചില റിക്രൂട്ട്മെന്റുകൾ ഉണ്ട് എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ അന്ന് അതിനെ തള്ളിക്കളഞ്ഞിരുന്നു. ഇതേ പ്രമേയം കൈകാര്യം ചെയ്ത കേരള സ്റ്റോറിയെ സംഘപരിവാർ അജണ്ടയെന്ന് പറഞ്ഞ് തള്ളിയ പാർട്ടിയാണ് CPM. ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് CPM മൂടിവെച്ച സത്യങ്ങളാണ് ജയരാജന്റെ വാക്കുകളിലൂടെ പുറത്തുവരുന്നത് എന്ന ചർച്ചകളുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിട്ടുണ്ട്. തീവ്രവാദത്തിന് CPM കുടപിടിക്കുകയാണെന്ന വിമർശനവും ശക്തമാണ്. SDPI ബന്ധമുള്ളവർ സ്ഥാനാർത്ഥികളാകുന്നതും അവിടെ CPM ജയിക്കുന്നതും ധാരണയുടെ ഭാഗമാണെന്നുള്ള വിമർശനങ്ങളുമായി BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നിരുന്നു. വരുന്ന പാർട്ടി സമ്മേളനങ്ങളിൽ ജയരാജന്റെ തുറന്നു പറച്ചിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. CPMൽ ഉയർന്നു വന്നിരിക്കുന്ന PV അൻവർ, KT ജലീൽ ഗ്രൂപ്പ് വർഗീയ രാഷ്ട്രീയം പാർട്ടിയിൽ കൊണ്ടുവരുന്നുവെന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിൽ തന്നെ ചിലർ ഉയർത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് കേരളത്തിൽ ചില റിക്രൂട്ട്മെന്റുകൾ സ്ഥിരീകരിച്ച് P ജയരാജൻ തന്നെ രംഗത്തെത്തിയത്. കേരളത്തിൽ ചില റിക്രൂട്ട്മെന്റുകൾ വ്യാപകമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ തുറന്ന് സമ്മതിച്ചതിന് പിന്നാലെ പ്രതികരിച്ച PC ജോർജ്. P ജയരാജൻ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നാകെ സമ്മതിച്ചേ മതിയാകൂവെന്ന് PC ജോർജ് പറഞ്ഞു. പിണറായി വിജയന്റെ മൗനാനുവാദത്തിൽ നടന്ന ഈ കൊള്ള മുഴുവൻ പുറത്തുവരാൻ പോവുകയാണ്. താൻ കഴിഞ്ഞ 2 വർഷമായി പറയുന്ന കാര്യം തന്നെയാണ് P ജയരാജനും അംഗീകരിച്ചിരിക്കുന്നതെന്ന് PC ജോർജ് പറഞ്ഞു. ആത്മാർത്ഥമായാണെങ്കിലും അല്ലെങ്കിലും ഇത് തുറന്നു പറയാനുള്ള മനസ്സ് കാണിച്ച ജയരാജന് നന്ദിയെന്നും PC ജോർജ് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ
ചില പ്രീണനങ്ങൾ അവസാനിപ്പിക്കണം. അല്ലാത്ത പക്ഷം അതിലേറെ നഷ്ടം സഹിക്കേണ്ടി വരും. രാജ്യത്തെ സർവ്വ മേഖലകളിലും ചില വേരുകൾ ഇറങ്ങിക്കഴിഞ്ഞു. നരേന്ദ്രമോദി അല്ലായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിൽ ഇതിനു മുൻപേ ഭീകരത തഴച്ചു വളരുകയും കലാപങ്ങൾക്ക് രാജ്യം സാക്ഷിയാവുകയും ചെയ്തേനെയെന്നും പി സി ജോർജ് പറഞ്ഞു. PV അൻവർ MLA കടലാസ് പുലിയാണെന്നും കടിക്കില്ല കുരയ്ക്കുകയുള്ളൂ എന്നും പരിഹസിച്ച് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. നാവിനെല്ലില്ലാത്ത അൻവർ ദിവസവും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് നടത്തുന്നത്. തെളിവുകളില്ലാതെ വെളിവുകൾ പറയുന്ന അൻവറിന്റെ വിരട്ടലും വിലപേശലും കോൺഗ്രസിനോട് വേണ്ട. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ADGP MR അജിത് കുമാർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർക്കെതിരെ ഓരോരോ തരത്തിലുള്ള ആരോപണങ്ങൾ അൻവർ നടത്തുകയാണ്. ദിനംപ്രതി പുതിയ വെളിപ്പെടുത്തൽ നടത്തുന്ന അൻവറിന് CPMO ഇടതുമുന്നണിയോ യാതൊരു വിലയും നൽകുന്നില്ല. ആരും പരിഗണിക്കാതെ വരുമ്പോഴാണ് അൻവർ പുതിയ വെളിപ്പെടുത്തലുകളുമായും അധിക്ഷേപങ്ങളുമായും കടന്നു വരുന്നത്. രാജ്യത്ത് എല്ലാവരും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ പോലും അങ്ങേയറ്റം അധിക്ഷേപകരമായ പരാമർശം അൻവർ നടത്തി. വണ്ടിച്ചെക്ക് കേസുകളിലും സർക്കാർ ഭൂമി കയ്യേറിയ കേസുകളിലും പ്രതിസ്ഥാനത്തുള്ള അൻവർ തട്ടിപ്പുകാരനാണെന്ന് മുഹമ്മദ് ഷിയാസ് ആരോപിച്ചു. ഇതിനിടെ ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ RSS BJP പ്രവർത്തകരുടെയും മുസ്ലിം തീവ്രവാദികളുടെയും വോട്ടോ പിന്തുണയോ വേണ്ടെന്ന PV അൻവർ ഇക്കാര്യം പരസ്യമായി പറഞ്ഞാണ് താൻ തിരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും തന്നെ തിരഞ്ഞെടുത്തത് നിലമ്പൂരിലെ മതേതര വിശ്വാസികളാണെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം ADGP MR അജിത് കുമാറിനെതിരായ PV അൻവറിന്റെ നീക്കം സർക്കാരിന് വലിയ തലവേദനയുണ്ടാക്കുകയാണ്. മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും നിലപാട് മയപ്പെടുത്താതെ അജിത് കുമാറിനെതിരെ നിരന്തരം ആരോപണങ്ങളുമായി അൻവർ രംഗത്തെത്തുകയാണ്. അൻവറിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് മാഫിയയാണെന്നാണ് അജിത് കുമാറിന്റെ പ്രതിരോധം. ഞങ്ങൾ വയനാടിന് പോകുന്നുണ്ട്, എല്ലാവരും പോകണം. വയനാടൻ ജനതയുടെ പ്രധാന വരുമാന മാർഗമായിരുന്ന വിനോദസഞ്ചാര മേഖലയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ദുരന്തകാലത്തെ മറികടക്കുന്നതിന് വയനാടിനെ ശക്തി പകരാൻ ആഹ്വാനം ചെയ്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നപ്പോൾ പൊതുജനം കുറെ പേർ ഇത് ഏറ്റെടുത്തു. അതേസമയം കുറെ പേർ വിമർശന ശരവുമായി രംഗത്തുണ്ട്. കാരണം വയനാട് ദുരന്ത നിവാരണത്തിന്റെ ചെലവ് സംബന്ധിച്ച് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച കണക്കിൽ പൊരുത്തക്കേടെന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നതിന് പിന്നാലെയാണ് വിമർശനവും ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ചെലവായതിന്റെ 10 മടങ്ങാണ് രേഖകളിൽ കാണിച്ചിരിക്കുന്നത് എന്നാണ് വിമർശനം. എന്നാൽ വയനാടിന്റെ പുനരധിവാസത്തിന് പ്രതീക്ഷിക്കുന്ന തുക വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച കണക്കാണിതെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിശദീകരണം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനുണ്ടായ ചിലവിനെപ്പറ്റിയും ദുരിതാശ്വാസ നിധിയെക്കുറിച്ചും തന്റെ പ്രതികരണമെന്ന നിലയിൽ പ്രചരിക്കുന്ന കുറിപ്പിൽ വിശദീകരണവുമായി മന്ത്രി MB രാജേഷ്. ആ കുറിപ്പ് തന്റേതല്ലെന്നും തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടില്ലെന്നും MB രാജേഷ് പറഞ്ഞു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് വയനാട് ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള രാജേഷിന്റെ പ്രതികരണമെന്ന നിലയിൽ കുറിപ്പ് വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ഇതിനിടയിൽ PV അൻവർ കടലാസ് പുലിയെന്നും കടിക്കില്ലെന്നും തട്ടിപ്പുകാരനെന്നും വിമർശിച്ച് കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഷിയാസ്, RSSന്റെയും മുസ്ലിം തീവ്രവാദികളുടെയും വോട്ട് വേണ്ട, താൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെന്ന് PV അൻവർ. ഇതിനിടയിൽ വയനാട് ദുരന്ത നിവാരണത്തിനായി ചെലവഴിച്ച തുകയെന്ന പേരിൽ പുറത്തുവരുന്ന കണക്കുകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായതോടെ ആ വഴിക്കും സംസ്ഥാന സർക്കാരിന് നേരെയും വിമർശനങ്ങൾ. ഇതിനിടയിൽ ചുരമൊന്നു കയറാം, ഒരു ചായ കുടിക്കാം, വയനാടിനെ തിരിച്ചു പിടിക്കാമെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ രംഗത്തിറങ്ങിയ മുഹമ്മദ് റിയാസിനും സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളുമായി പൊതുജനങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ്.